നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഇവിടെ പരിപാടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. കോഴിക്കോട് വിക്രം മൈതാനിയിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് ദേശീയ പതാക ഉയർത്തിയത്. രാവിലെ 8:58 മന്ത്രി എത്തിയത്. അദ്ദേഹത്തെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് 9 മണിയോടുകൂടിയാണ് മന്ത്രി പതാക ഉയർത്തിയത്. അതിനുശേഷം 11 പ്ലറ്റൂണുകളുടെ പരേഡ് നടന്നു. പോലീസ്, വനിതാ പോലീസ്, NCC തുടങ്ങിയ വിഭാഗങ്ങളുടെ ഒരു പ്ലറ്റൂണുകളുടെ പരേഡ് ഉണ്ടായിരുന്നു. കൂടാതെ എക്സൈസ്, അഗ്നിരക്ഷാ സേന, സിവിൽ ഡിഫൻസ്, വനം, സ്കൗട്ട്സ്, ഗേൾസ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, SPC, കേന്ദ്രീയ വിദ്യാലയ തുടങ്ങിയ സംഘങ്ങളെല്ലാം തന്നെ ഈ പരേഡിൽ അണിനിരക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മന്ത്രി സംസാരിച്ചത് പ്രധാനമായും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. മന്ത്രി പറഞ്ഞത്, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരമർപ്പിച്ചുകൊണ്ടായിരുന്നു മന്ത്രി സംസാരം തുടങ്ങിയത്. സംസ്ഥാനം വലിയൊരു ദുരന്തത്തിന്റെ നടുവിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പഠിക്കണം. ഇവിടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം വികസനങ്ങൾ, അത് സംബന്ധിച്ച ഒരു പുനർവായന അനിവാര്യമാണെന്ന് മന്ത്രി പറയുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചുള്ള വികസനമാണ് വേണ്ടത്. 2018 മുതൽ ദുരന്തങ്ങൾ കാരണം നമുക്ക് ആശിച്ചതുപോലെ മുന്നോട്ട് പോകാനാകുന്നില്ല. വിലങ്ങാടും വയനാട്ടിലുമെല്ലാം തന്നെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് എത്തിച്ചേർന്നത്. ആ ആയിരക്കണക്കിന് മനുഷ്യരുടെ വികാരമാണ് കേരളത്തിന്റെ പൊതുവികാരം. നമ്മൾ ഇത്തരം ദുരന്തങ്ങളെയെല്ലാം അതിജീവിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വൃന്ദ, റിയാസ്, തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇനി വരാനിരിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? എന്തായാലും ഇപ്പോൾ ജില്ലാതല പരിപാടി സമാപിച്ചിട്ടുണ്ട്. പരേഡും അതിന്റെ അഭിവാദ്യം സ്വീകരിക്കലും തുടർന്നുള്ള റിപ്പോർട്ടിങ്ങും ഒപ്പം തന്നെ മന്ത്രിയുടെ പ്രസംഗവുമെല്ലാം കഴിഞ്ഞ ഇവിടെ ജില്ലാതല പരിപാടി ഇപ്പോൾ സമാപിച്ചു കഴിഞ്ഞു. മറ്റിടങ്ങളിലും വിപുലമായ രീതിയിൽ തന്നെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകളുടെ നേതൃത്വത്തിൽ, വിവിധ സന്നദ്ധ സംഘടനകളുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ വിപുലമായ രീതിയിലാണ് ഈ ഇത്തവണ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വയനാടിന് കൈത്താങ്ങേകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൃന്ദ, വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സമ്മാനിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് മെഡൽ നൽകുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Sri Subhash, Station Officer Grade. ഇപ്പോൾ എറണാകുളത്ത് നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ നടന്ന പരിപാടികൾ എങ്ങനെയാണ്? ക്രമീകരണങ്ങൾ